ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്നിടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനങ്ങൾ സ്വർഗത്തിൻ്റെ രാജാവിനെ കാഴ്ചകളുമേന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം കീർത്തിക്കും. നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ. നീതിനിഷ്ഠകരമായി മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അവരെ അവിടുന്ന് ഒരുമിച്ചുകൂടൂ. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ. നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വത ആനന്ദം ലഭിക്കും. എൻ്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനിലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയട്ടെ. അവളുടെ മതിലുകൾ, ഗോപുരങ്ങളും കൊട്ടാരങ്ങളും തനിസ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെടും. ജെറുസലേം തെരുവീഥികളിൽ ഗോമേദകവും മാണിക്യവും കൊണ്ട് ഓഫീറിലെ രത്നങ്ങളും പതിപ്പിക്കും. അവളുടെ പാദങ്ങളിൽ ഹല്ലേലൂയ മറ്റൊലികളും നിനക്കു ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്നു പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിൻ്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ പ്രഭാതത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകൃതിയെ കണ്ട് ജെറുസലേമിലെ അവിടുത്തേക്കു കൃതജ്ഞത അർപ്പിക്കും. വിശുദ്ധ നഗരമായി ജെറുസലേമേ, നിന്നെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവിനും യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്കുവേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം നിലനിൽക്കട്ടെ. എല്ലാവരും ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.